ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ മസൂരിയിലെ ഫസ്റ്റ് ദിവസം രാവിലെ തന്നെ ഹോട്ടലിൽ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സംഭവങ്ങളൊക്കെ കഴിച്ചിറങ്ങി. ഇനിയിപ്പോ ഇവിടുത്തെ ലോക്കൽ സൈറ്റ് സീയിങ് ആണ് നമ്മളത്. ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ മസൂരി തന്നെ നമുക്ക് കാണാൻ. അപ്പൊ ഇന്ന് രാവിലത്തെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ കെംപ്റ്റി വാട്ടർഫോൾ ആണ്. നമ്മുടെ മസൂരിയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വാട്ടർഫോൾസ് ആണ് അവിടെ. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്കാണ് ഇപ്പൊ പോകുന്നത്. പോകുന്ന വഴിക്ക് റോഡിൽ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ തന്നെയാണ്. ഇത് കണ്ടോ, ഫ്ലാഗ്സ് ഒക്കെ കെട്ടി തൂക്കിയിരിക്കുന്നത്. ഒരു സൈഡിൽ നല്ല വ്യൂ ആണ്, ഒരു സൈഡിലാണെങ്കിലും മലയും. ഇവിടെ റോഡ് സൈഡിലൊക്കെ ഇഷ്ടംപോലെ ചെറിയ ചെറിയ കടകളും അതേപോലെ തന്നെ പബ്ലിക് ടോയ്ലറ്റ്സും മറ്റും എല്ലാ സൗകര്യങ്ങളുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഓരോ ചുരം ഇറങ്ങുമ്പോഴും നമുക്ക് ഓരോ വ്യൂ പോയിന്റുകളും കിട്ടും. ശരിക്കും മൊത്തം ഒരു കാട് പോലത്തെ ഒരു സ്ഥലം തന്നെ. ഇങ്ങ് കണ്ടോ, ആ മുകളിലുള്ളതൊക്കെ വീടുകളാണ്. സംഭവങ്ങളൊക്കെ എന്തോ ഒരു ഹൈറ്റിലാ നോക്കിയിട്ട് ഓരോ വീടുകളൊക്കെ ഏറ്റവും ടോപ്പിലൊക്കെ. ഹെയർ പിൻ ബെൻഡുകൾ ഇറങ്ങി താഴോട്ടേക്ക് വരുന്നതിനനുസരിച്ചിട്ട് വ്യൂ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കെംപ്റ്റി വാട്ടർഫോളിന്റെ അടുത്തെത്തി. നമ്മളെ റൂമിൽ നിന്ന്, അതായത് മാൾ റോഡിൽ നിന്ന് ഏകദേശം 20 മിനിറ്റ് എടുത്തു ഈ കെംപ്റ്റി വാട്ടർഫോളിലേക്ക്. അതായത് നമ്മളെ മുകളിലായിരുന്നു നമ്മുടെ താമസം മാൾ റോഡില്. അവിടുന്ന് താഴത്തേക്ക് ചുരം ഇറങ്ങി വന്നാണ് വണ്ടി പാർക്ക് ചെയ്ത്. ഇവിടുന്ന് കുറച്ച് താഴോട്ട് നടക്കാനുണ്ട്. ഏത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ വന്നാലും നമുക്ക് ഇതേപോലെ തന്നെ ഫോട്ടോഗ്രാഫി സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവർ വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫോട്ടോസ് സംഭവങ്ങളൊക്കെ എടുത്തു തരും. കണ്ടോ, ഒരുപാട് അവർ അതിന്റെ മോഡലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇഷ്ടംപോലെ ചായക്കടകളും അതേപോലെ തന്നെ സൺഗ്ലാസ് മറ്റുള്ള സംഭവങ്ങൾ, കാറ്റ് അതൊക്കെ വെക്കുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും ഷോപ്സ്. ഈ കെംപ്റ്റി വാട്ടർഫോളിലേക്ക് നമ്മൾ ഇറങ്ങി പോകുന്നത് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് കേട്ടോ. നടക്കുന്ന വഴിക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്, അതന്നെ വലിയ കാര്യം. അതേപോലെ തന്നെ നമുക്ക് വാട്ടർഫോളിലേക്ക് പോയിട്ട് ഫോട്ടോ എടുക്കണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫറൊക്കെ നമ്മുടെ കൂടെ വരും. എന്തോരം കടകളല്ലേ. നമ്മള് മറ്റേ പറശ്ശിനിക്കടവൊക്കെ അമ്പലത്തിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം ഇതേപോലത്തെ സ്റ്റെപ്പുകൾ ഇറങ്ങി പോകുന്നതിന്റെ അടുത്ത് ഇങ്ങനെ ഇതേപോലെ ഒരുപാട് ഷോപ്പുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. അതേപോലെ തന്നെ ഇവിടെയുള്ളത്. ഇവിടെ ഹാൻഡ്ലൂം ആർട്ടെമ്പോറി എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രസ്സിന്റെ ഷോപ്പൊക്കെ ഉണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ ഹാൻഡിക്രാഫ്റ്റിന്റെ ഒക്കെ ഷോപ്പ് കാണാം. ഇവിടെ നമുക്ക് റോപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റോപ്പയിൽ നമുക്ക് താഴോട്ട് പോവാം. അങ്ങ് ദൂരത്തുനിന്നൊരു സിപ്പ് ലൈൻ വരുന്നുണ്ട്. നമ്മളിപ്പോ പോകുന്ന ഈ ഒരു കെംപ്റ്റി ഫോള് നമ്മൾ കാർ പാർക്ക് ചെയ്തെടുക്കുന്ന ഒരുപാട് താഴോട്ടേക്ക് ഇറങ്ങി പോകണം, സ്റ്റെപ്പ് ഇറങ്ങിയിട്ട്. അപ്പൊ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേബിൾ കാർ വഴി പോവാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് നടക്കേണ്ടി വരും. കണ്ടോ, ആ ഒരു പോയിന്റിലേക്ക് നമുക്ക് ഇനി പോകേണ്ടത്. അതേപോലെ തന്നെ ഇവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴെ കൂടെ ഇതിലേക്കൂടി അങ്ങനെ നമുക്ക് പോകണം അങ്ങോട്ടേക്ക്. അങ്ങ് ദൂരത്തായിട്ടൊരു സ്വിമ്മിംഗ് പൂളും സെറ്റപ്പൊക്കെ ഉണ്ട്. ഇതാണ് കെംപ്റ്റി വാട്ടർഫോള്. ഏറ്റവും ടോപ്പിൽ നിന്ന് വരുന്ന സംഭവം. നമുക്ക് താഴത്ത് ഇവിടെ നിന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുളിക്കാം, അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഡ്രസ്സുകൾ വേണ്ടിക്കില്ല, അതിനുള്ള ഷോപ്സ് ഉണ്ട്. നമ്മൾ ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം. അതിനുള്ള ഇഷ്ടംപോലെ ലോക്കർ സൗകര്യങ്ങളും സംഭവങ്ങളും എല്ലാം തന്നെയുണ്ട്. ആ ഒരു ഭാഗത്തായിട്ട് ഇഷ്ടംപോലെ റെസ്റ്റോറന്റ്, കഫേ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ലോക്കർ സംഭവങ്ങളൊക്കെ വെക്കാനുള്ള ഉണ്ട്. മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ കുളിക്കാൻ പറ്റുന്നില്ല. മറ്റുള്ള നമ്മുടെ വാട്ടർഫോൾസിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടെ ബൗണ്ടറി ഉണ്ടാവും, വോൾസ് ഉണ്ടാവും, നമ്മൾ കുളിക്കരുത് ഇറങ്ങരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ കണ്ടോ, അതിനുള്ള എല്ലാവിധ ഫെസിലിറ്റീസ് ഇവർ ഒരുക്കിയിട്ടുണ്ടെന്നുള്ള ഏറ്റവും എന്താ പറയണ്ട എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നോക്കിയല്ലേ, പൊടി സംഭവം തന്നെയല്ലേ. നമ്മളിപ്പോ കെംപ്റ്റി വാട്ടർഫോളിന്റെ ടോപ്പ് പോയിന്റിലാണ് ഉള്ളത്. ഇത് കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ വിഷ്വൽസ് ആണ് കേട്ടോ ഇവിടെ. അങ്ങ് ദൂരത്തൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇതിന്റെ ഒരു മുകളിലും ഉണ്ട്. ടോട്ടലി ഏകദേശം 1/2 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. നമുക്ക് മുകളിൽ നിന്ന് താഴത്തേക്ക് സ്റ്റെപ്പ് ഇറങ്ങി വരാൻ, അതേപോലെ തന്നെ കയറിപ്പോവാനും. ഇറങ്ങി വരാൻ ഭയങ്കര സുഖമായിരുന്നു. കയറിപ്പൊക്കെ അത്ര എളുപ്പമല്ല. സ്റ്റെപ്പുകളൊക്കെ ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണ്. പക്ഷെങ്കിൽ എന്താ പറയാ, നടക്കാൻ കുറേ ഉണ്ട്. ഇവിടെ വന്നാൽ ഇനി നമുക്ക് ഇതേപോലത്തെ ലോക്കൽ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ട് ഇവർ ഒരുപാട് പിക്ചേഴ്സ് എടുത്ത് തരും. ഇവിടെ വന്നതിൽ വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞൊരു ഷോപ്പിൽ ഇപ്പം നമ്മൾ കയറിയിട്ടുള്ളത് പെർ ഫോട്ടോ ഇവർ 100 രൂപയാണ് പറഞ്ഞേക്കുന്നത്. മറ്റുള്ള സ്ഥലത്തൊക്കെ 150, 120 അങ്ങനെ പല റേറ്റുകളുണ്ട്. ഇവരുടെ അടുത്ത് ഒരുപാട് കളർഫുൾ ഡ്രസ്സസ് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ട്. പിന്നെ ഇവർ വാട്ടർഫോളിൽ വന്നിട്ടും നമുക്ക് ഫോട്ടോസ് എടുത്തു തരും. അതിന്റെ സോഫ്റ്റ് കോപ്പി ഹാർഡ് കോപ്പി എല്ലാം തന്നെ നമുക്ക് ഇവർ തരും.
കണ്ടോ ഇതേപോലത്തെ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടാണ് ഇവര് നമുക്ക് എടുത്തു തരുന്നത്. ഇതൊരിക്കലും മിസ് ചെയ്യരുത് ഈ ഒരു സംഭവം. ഈ ഡ്രസ്സിന്റെ ലോക്കൽ ട്രഡീഷണൽ ഡ്രസ്സിന്റെ ഒരു ഗഡ്വാലി എന്നാണ്. ഫോർ മെൻ ഓൾസോ ഫോർ ലേഡീസ് ഓൾസോ ഗഡ്വാലി. രണ്ടാക്കും തന്നെ ഗഡ്വാലി തന്നെയാണ് ഇവര് പേര് പറയുന്നത്. പിന്നെ നമ്മുടെ കെംപ്റ്റി വാട്ടർഫാൾസിലെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. ഇത് കണ്ടോ, ഇതാണ് ആ വാട്ടർഫാളിന്റെ വ്യൂ. ഇവിടുന്ന് ടോപ്പിൽ നിന്നുള്ളൊരു വ്യൂ. അയ്യോ എന്താ രസല്ലേ കാണാൻ. പാലൊഴുകുന്ന പോലെ ഉണ്ട് ശരിക്കും കാണാൻ അല്ലേ. ഒന്ന് നോക്കിയാട്ടെ എന്ത് ഭംഗിയാ കാണാനല്ലേ. ശരിക്കും മലകൾക്ക് റിങ്ങിട്ട പോലെ ഉണ്ടല്ലോ ഇവിടുത്തെ റോഡുകളൊക്കെ. നമ്മള് കെംപ്റ്റി വാട്ടർഫാൾസ് നമ്മൾ തിരിച്ചു വരുമ്പോ അതിന്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കാഴ്ച. ശരിക്കും നമുക്ക് ആ ഒരു വാട്ടർഫാളിന്റെ മൊത്തത്തില് മൗണ്ടെയിൻസിന്റെ എന്താ പറയുക അവിടുന്ന് പാലൊഴുകി വരുന്ന പോലത്തെ കാഴ്ച നമുക്ക് കാണുന്നത്. നമ്മള് അങ്ങനെ ഇനി നെക്സ്റ്റ് ഗൺ ഹില്ലിലേക്കാണ് നമ്മൾ പോവാൻ പോകുന്നത്. ഹിമാലയൻ അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ബോർഡ് ഉണ്ട്. നമ്മളങ്ങനെ ഇവിടുത്തെ ഗൺ ഹിൽ പോയിന്റിലെത്തി. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. എന്ത് ഭംഗിയുള്ള കാഴ്ചകളല്ലേ. ഒരു രക്ഷയില്ലേട്ടാ. ഹിമാലയൻ അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു ബോർഡൊക്കെ കാണുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു വ്യൂ? അടിപൊളിയല്ലേ അല്ലേ. നമ്മൾ ഇവിടുത്തെ ഈ ഒരു ഹിമാലയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന സമയത്ത് ഇവർക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. സിപ്പ് ലൈൻ, റാഫ്റ്റിംഗ്, റോപ്ലിംഗ്, ക്ലൈംബിങ്, അങ്ങനെയുള്ള നിരവധി ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചൊന്ന് സിപ്പ് ലൈൻ ചെയ്തു നോക്കാന്നുള്ളത്. അപ്പോൾ ഇവർ വന്നപ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ എല്ലാ സംഭവങ്ങളൊക്കെ പറഞ്ഞു തന്നു അതിനെക്കുറിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ സിപ്പ് ലൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങി ട്രക്ക് ചെയ്ത് പോയിട്ട് വേണം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ അവർ നമുക്ക് വാക്കിംഗ് സ്റ്റിക്കും സംഭവങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ അതിന് താഴോട്ടേക്ക് ഇറങ്ങി പോണം. നല്ല ഭംഗിയുള്ള സ്ട്രീംസ് ഒക്കെയാണ് പറയുന്നത് താഴത്ത്. അപ്പൊ നമുക്കൊന്ന് താഴത്ത് ചെന്ന് നോക്കാം. ഇവരിവിടെ ഒരു പോയിന്റിൽ എത്തിക്കപ്പോഴത്തേക്കും നമുക്ക് താഴോട്ട് പോകണം. ഇത് ഈ ഒരു സംഭവത്തിന് റാപ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇവർ അതിനുള്ള കാരൊക്കെ കെട്ടി റെഡിയാക്കാണ് നമുക്ക് താഴോട്ട് പോകാനുള്ള. और ग्लव्स ഒക്കെ ഇട്ട് റെഡി ആവുന്നുണ്ട്. അവരതേ ഡെമോ കാണിക്കുന്നുണ്ട്. കൈവിടെ जिसको मैं प्ले कर रहा हूँ, ठीक है। इसमें आपको अपने हाथों को ज़्यादा टाइट नहीं पकड़ना है रोप। आपको ब्रेकिंग लेना है तो आप पीछे करिए, आप ब्रेक ले लोगे। फीट अप आर्ट, आपका शोल्डर लेवल का गैप होना चाहिए लेग्स के बीच। आपका बॉडी वेट आपकी रोप पे होना चाहिए, ना कि आपके लेग से केवल आप डायरेक्शन दोगे। आपको कैसे जाना है आप गिरे ना, ठीक है। आपको बिल्कुल लीन बैक रहना है, फ्लैट फीट लगना चाहिए वॉल पे इस तरीके से। फ्लैट फीट लगेगा, स्टार्टिंग पॉइंट है, यहाँ पे डर लगेगा। अगर आपने ये कर लिया कुछ हार्ड नहीं है। फिर लेस में अगर आपने 2-3 स्टेप ले लिए तो आप इजीली कर लोगे। मैं ऊपर से पूरा गाइड करूँगा कहाँ पे आपको कौन सा स्टेप लेना है, ठीक है। आप इजीली आराम से रोप को टाइट नहीं पकड़ना, ये स्लाइड होना चाहिए बहुत। पीछे का वो ब्रेक ब्रेक केवल आपको यूँ बम्प पे लेके गए आपका ब्रेक लग जाएगा। आप जितना दूर बॉडी से लेके जाओगे उतना आप बड़े स्टेप नीचे जाओगे, ठीक है। വെറുതെ ഇറങ്ങിപ്പോന്നു. അവർ കൂളായിട്ട് ഇറങ്ങിപ്പോയി. ഇതേ അരുണേട്ടൻ അടുത്ത പോവാൻ വേണ്ടിട്ട് റെഡിയാവാണ്. അതിനുള്ള സംഭവങ്ങൾ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. ക്യാ നാമേ ഇസ്കാ? ഹർനിസ്. ഈ ഒരു സംഭവത്തിനുണ്ടല്ലോ, ഈ സേഫ്റ്റി ബെൽറ്റിന് പേര് പറയുന്നതാണ് ഹർനിസ്. അവർ നല്ല സേഫ്റ്റി ആയിട്ട് അവർ ചെയ്യുന്നുണ്ട് കേട്ടോ സംഭവം. ബെൽറ്റൊക്കെ ഇട്ട് കൊടുത്തു. सर यहाँ से एक लॉन्ग स्टेप लेना है आपने, ठीक है ना। इस साइड नहीं सर, इस साइड आपको एक लॉन्ग स्टेप रखना है, लंबा नहीं, क्लोज करिए लेग को। गुड गुड सर, गुड। ഇതൊരു ധൈര്യം നോക്കിയിട്ട് ഇത്ര പ്രായമായിട്ട് അതിന്റെ അറ്റത്ത് പോയി നിന്നിട്ട് പോകുന്ന ആളുടെ ഒരു വീഡിയോ എടുത്തേക്കാണ്. मिलिट्री है? यस, चमोली। ओके। आप आर्मी थे क्या? आई बिलोंग टू दिस। ओके ओके। नो, आई एम एडवेंचरर। ओके। आई एम रिटायर्ड एज ऑफ ITBP। ഓക്കെ ഫൈൻ. फ्रॉम सिक्किम पुलिस। सर अब आप ഇത്രയും നേരം നമ്മളോട് ഇവിടെ നിന്ന് സംസാരിച്ച ഇദ്ദേഹമാണ് ഈ ഹിമാലയൻ അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫൗണ്ടറും ഡയറക്ടറും ഒക്കെ. കൂടാതെ ഇദ്ദേഹം എക്സ് മിലിറ്ററി ആണ്. ആ മൗണ്ടെയിനിൽ റാപ്ലിംഗ് ചെയ്ത് താഴത്തേക്ക് ഇറങ്ങി വന്നു. ഇനി അടുത്തത് ഇവിടെ റിവർ ക്രോസിങ്ങും സിപ്പ് ലൈനൊക്കെ ഉണ്ട്. നെക്സ്റ്റ് അതാണ് നമ്മുടെ പരിപാടി.
പോകുന്ന വഴികളൊക്കെ അത്യാവശ്യം ഇതാണ്, എന്താ പറയണ്ട, കല്ലും മറ്റേതൊക്കെ നിറഞ്ഞ ഇത്തിരി റിസ്ക്കാണ് നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാൻ സംഭവങ്ങൾ. കൂടെ തന്നെ നമ്മുടെ ഗൈഡും ഇൻസ്ട്രക്ടറും എല്ലാവരും ഉണ്ട്. ഇതൊരു ഭംഗിയെന്നറിയാം കാണാൻ. ഈ ഒരു മൗണ്ടെയിനൊക്കെ വേറെ രക്ഷയില്ലല്ലേ. നമ്മൾ അത്രയും ടോപ്പിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് താഴോട്ടേക്ക് ഇറങ്ങി വന്നത്. അപ്പൊ അടുത്തതായിട്ട് ഇതേ അരുണയുടെ പോവാണ്. ബെൽറ്റൊക്കെ ഇട്ട് റെഡി ആവാണ് മൂപ്പര്. അരുണയുടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ചേട്ടാ? ആ ഒരു പോയിന്റിൽ അങ്ങേയറ്റത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്കും കുറച്ച് നേരം ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് സറൗണ്ടിങ്ങും പിന്നെ താഴത്തുള്ള സ്ട്രീംസ് ഒക്കെ ഒന്ന് കാണാനുള്ള ഒരു കുറച്ച് ഗ്യാപ്പ് വരും. അതിനുശേഷം ദേ തിരിച്ച് അരുണേട്ടൻ എത്തിയിട്ടുണ്ട്. ആക്റ്റീവായിട്ട് പറ, എന്തായിരുന്നു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആണോ? നല്ല വ്യൂ ആണോ താഴത്ത്? ഞാനില്ല. അങ്ങനെ അരുണേട്ടനും സിപ്പ് ലൈനിൽ പോയിട്ട് വന്നു. എങ്ങനെയുണ്ടായിരുന്നു സംഭവം? വെയിറ്റും കാര്യങ്ങളൊക്കെ എല്ലാം ബാലൻസ് ചെയ്യാൻ പറ്റിയ? നമ്മൾ കുറച്ച് മുമ്പ് ട്രൈ ചെയ്ത് ചെറിയൊരു സിപ്പ് ലൈനാണ്. അടുത്തത് അത്യാവശ്യം വലിയ സിപ്പ് ലൈനാണ് മുകളിലേക്ക് പോകുന്നത്. അവിടത്തേക്ക് പോകാൻ ഇതാ അരുണേട്ടൻ റെഡിയായി ക്യാമറ ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ദേ അരുണേട്ടൻ ഇതാ പോണ സിപ്പ് ലൈനില്. സംഭവം പൊളി. ഇവിടെ നമുക്ക് വേറെ നമ്മുടെ വണ്ടികളുടെയോ മറ്റുള്ള ഒന്നിന്റെ ശബ്ദമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നോയിസ് ഒന്നും തന്നെ ഇല്ല. ഈ ഒരു വെള്ളത്തിന്റെ ഈ ഒഴുക്കിന്റെ ശബ്ദമാണ് അത്രയും മൊത്തത്തിൽ നമ്മൾ ഇവിടുന്ന് ട്രക്ക് ചെയ്ത് പോയ വഴിയും മറ്റും ഒക്കെ ആയിട്ട്. എന്ത് ബ്യൂട്ടിഫുൾ എന്നറിയോ ഇവിടുത്തെ വ്യൂ കാണാൻ. ഇതുണ്ടോ അങ്ങ് വലിയ മൗണ്ടൈനും പിന്നെ ഇതേ വെള്ളം ഒഴുകി പോകുന്നൊക്കെ ആയിട്ട് ഒരു രക്ഷയില്ല വ്യൂ. വെള്ളാണെങ്കിൽ തണുത്തിട്ട് കാല് വെക്കാൻ പറ്റില്ല, അമ്മാതിരി തണുപ്പാ വെള്ളത്തിന്. ഒരമ്മ വേണ്ട പശുവിനെയും കൊണ്ടൊക്കെ മെയ്യാൻ വേണ്ടി വന്നേക്കാണ്. പുല്ലൊക്കെ വെട്ടി വരുന്നുണ്ട്. ഇതേപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ സ്പെഷ്യലി നമ്മൾ ഈ വെറുതെ റോഡ് മാത്രം കണ്ടുപോയിട്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്ന് നമ്മൾ ഇതേപോലുള്ള ആക്ടിവിറ്റീസ്, അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. അതൊക്കെ ലൈഫിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത എന്താ പറയുക അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഈ ഹിമാലയൻ അഡ്വഞ്ചേഴ്സിൻ്റെ ഈ ഒരു സംഭവത്തിലല്ലേ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇവരുടെ അടുത്ത് സ്കൂളുണ്ട്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വന്നിട്ട് പഠിക്കാം. 1 മാസം 2 മാസമൊക്കെ നിന്നിട്ട് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട്. എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. നമുക്കത് ചെയ്യാനും പിടിക്കാനൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഹിമാലയൻ അഡ്വഞ്ചേഴ്സിലെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. അടിപൊളിയായിരുന്നു കേട്ടോ എക്സ്പീരിയൻസ്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും കാലം പേടിച്ചിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ വന്നപ്പോൾ സിപ്പ് ലൈൻ ചെയ്തു. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിപ്പോയി. സംഭവം അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഇറങ്ങിയതാണ്. കെംപ്റ്റി വാട്ടർഫോളും അതും ഇതൊക്കെ കണ്ടു. അതേപോലെ തന്നെ ഇവിടുത്തെ ടൈമും എന്താ പറയുക കുറേ നേരമായി. ഇപ്പോൾ ഏകദേശം സമയം 3:30-4 മണിയാകാനായി. നമ്മൾ ആ ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയാണ്. ഐസ്ബർഗ്. എന്താ വ്യൂ എന്ന് പറയുക ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഈ ഒരു സ്ഥലത്തുനിന്ന് ഒരു രക്ഷയില്ല. ഇത് നമ്മൾ ഗൂഗിളിൽ അടിച്ചൊക്കെ ടൈറ്റാനിക് വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നുണ്ട്. നമ്മളത് ഇവിടെ വന്നിട്ടാണ് ശരിക്കും നമ്മൾ ഗൂഗിളിൽ അടിച്ച് നോക്കുന്നത്. അപ്പോഴാണ് ഈ ഒരു ഗ്രീൻ വാലീസും മൗണ്ടെയിൻസും റോഡുകളും പിന്നെ നമ്മൾ നേരത്തെ പോയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും വീടുകളൊക്കെ കാണുന്നത്. ഇറ്റ്സ് സോ അമേസിങ്. ഈ വിഷ്വൽസൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല അല്ലേ. ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ എന്തായാലും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. സോ ഗൈസ് സ്റ്റേ ട്യൂൺ ആൻഡ് താങ്ക് യു.